റഹീസ്, 3 കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമ്മത്തൊട്ടിലിൽ വന്നിരിക്കുന്നത്. അവരുടെ പേരുകൾ ഇട്ടു എന്നുള്ളത് അറിഞ്ഞു. ആ, എങ്ങനെയാണ് ഇതിനെ ശിശുക്ഷേമ സമിതി നോക്കിക്കാണുന്നത്? കാരണം ഇതിങ്ങനെ ഒരു ദിവസം 3 കുഞ്ഞുങ്ങൾ വരുന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അല്ലേ റഹീസ്? അരുൺ, ശിശുക്ഷേമ സമിതിയുടെ ചരിത്രത്തിൽ അങ്ങനെ അരുൺ ഗോപി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 8 മണിക്കൂറിനിടെയാണ് 3 സുന്ദരികളായ പെൺകുട്ടികൾ ശിശുക്ഷേമ സമിതിയുടെ തൊട്ടിലേക്ക് വന്നത്. ഒരു പെൺകുഞ്ഞ്, ആ പെൺകുഞ്ഞിന് 20 ദിവസമാണ് പ്രായം, മറ്റു 2 പേർക്കും 2 ആഴ്ചയാണ് പ്രായം. ഇത് അമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള സന്തോഷവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള അമ്മത്തൊട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ അവർ എന്തായിരിക്കും ചെയ്യുക? സംസ്ഥാനത്ത് അനാഥത്വത്തിന്റെ പേരിൽ ഒരു പിഞ്ചുകുഞ്ഞിന്റെ ജീവനും ഹനിക്കപ്പെടരുത് എന്ന ഏറ്റവും വലിയ ഒരു ആശയം മുൻനിർത്തിയാണ് കേരള സംസ്ഥാന സർക്കാർ 2002 നവംബർ 14 ആദ്യം അമ്മത്തൊട്ടിൽ എന്ന സംരംഭം തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്ത് ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു അടുത്ത ദിവസം റീസെൻ്റായി വന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ കേൾക്കുന്നത്. ഈയിടെ ഏറ്റവും ഒരു ആശ്ചര്യകരമായെന്ന് പറയട്ടെ, ഈ വർഷം വന്ന അമ്മത്തൊട്ടിലിൽ വന്ന കുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ 3 കുട്ടികൾ അടുത്തടുത്ത സമയങ്ങളിൽ തിരുവനന്തപുരത്ത് 2 കുട്ടികളും, അതും പെൺകുട്ടികൾ, ആലപ്പുഴയിൽ ഒരു പെൺകുട്ടിയും കൂടി അമ്മത്തൊട്ടിലിൽ എത്തി എന്നുള്ള ഒരു സന്തോഷമാണ് പങ്കുവെക്കാനുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു സന്തോഷം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു എങ്കിൽ എങ്ങനെയൊക്കെയോ ഏതെല്ലാം വഴിയിലും കുഞ്ഞുണ്ടായതിനു ശേഷം സ്വകാര്യത ആഗ്രഹിക്കുന്നതല്ലെങ്കിൽ ആ നിലക്ക് മറ്റെന്തെങ്കിലും അപമാനഭാരം ഭയന്ന കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സാഹചര്യം അവർക്കില്ലാതിരിക്കാൻ ഇങ്ങനെയുള്ള ഒരു അമ്മത്തൊട്ടിൽ സംവിധാനം കേരള സംസ്ഥാന സർക്കാർ ഒരുക്കി എന്നുള്ളത് ഏറെ ഹൃദ്യമാണ്. അതുകൊണ്ടാണ് അത് സന്തോഷകരം എന്ന് നമ്മൾ പറയുന്നത്. ആ കുഞ്ഞുങ്ങളും ഈ ലോകത്ത് ഏറ്റവും നല്ല വർണ്ണശലഭങ്ങളെപ്പോലെ അവരും പാറി നടക്കട്ടെ എന്ന ഒരു മഹത്തായ ആശയമാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ വേണ്ടി അമ്മത്തൊട്ടിലിൽ വരുമ്പോൾ നൂതനമായ സംവിധാനങ്ങളാണ് അമ്മത്തൊട്ടിലുമായി ബന്ധപ്പെട്ട് ശിശുക്ഷേമ സമിതി ഒരുക്കിയിട്ടുള്ളത്. ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരാൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ സെൻസർ സംവിധാനത്തിലൂടെ അത് ഓപ്പണാകും, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പണാകും. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റി അതിനെ സ്ഥാപിക്കും. കാരണം അതിലൂടെ പോലും ഞാനത് അവിടെ വെക്കുന്നത് ആരും കാണരുത്, അങ്ങനെ കണ്ടാൽ ആ നിലക്കുള്ള ഒരു വിഷമം കൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സ്വകാര്യത സർക്കാർ സൂക്ഷിക്കുന്നത്. അങ്ങനെ സെൻസർ കൊണ്ട് അത് തുറന്നാൽ പിന്നെ ഒരു മുന്നറിയിപ്പ് മെസ്സേജ് വരും, ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് മെസ്സേജ് വരും. എന്നിട്ടും ആ കുഞ്ഞിനെ തൊട്ടിലിൽ ആ അമ്മയോ അതല്ലെങ്കിൽ ആരെങ്കിലും കിടത്തി പോവുകയാണെങ്കിൽ ഉടനെ അലേർട്ട് മെസ്സേജുകൾ അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസിന് ലഭിക്കും. ഏറ്റവും മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ ആ കുഞ്ഞിൻ്റെ ഫോട്ടോയടക്കം, ആ കുഞ്ഞിൻ്റെ കിലോ തൂക്കമടക്കമുള്ള ഡീറ്റെയിൽസ് അവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് അല്ലെങ്കിൽ ഒഫീഷ്യൽസിൻ്റെ ഏറ്റവും ശ്രദ്ധയിലേക്ക് അവിടെ എത്തിക്കപ്പെടും. മിനിറ്റുകൾക്കുള്ളിൽ ആ കുഞ്ഞ് സുരക്ഷിതമായ കൈകളിലേക്ക് എത്തുകയാണ്. അങ്ങനത്തെ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളക്കരയിൽ ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു സംവിധാനത്തിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ 3 പെൺകുഞ്ഞുങ്ങളാണ് വന്നത് എന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ ചിന്തയിൽ നമ്മൾ കേൾക്കുന്നത്. അതോടൊപ്പം ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത്, നിങ്ങളൊക്കെ കമൻറ്റുകളിൽ വരണം. നമ്മുടെ ഈ ഒരു സമൂഹത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ജീർണതയാണത്. അതായത് പിന്നെ ഇത്രയും വലിയൊരു സംവിധാനങ്ങൾ ഒരുക്കി എന്നതും നമ്മൾ ആലോചിക്കുമ്പോൾ, അതായത് നമ്മൾ എത്ര പുരോഗതിയിലാണ് നമ്മൾ എത്തിയത്. അതായത് നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാൻ, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പുരോഗതികൾ നമ്മൾ തൊട്ടുഭാഗത്ത് നമ്മൾ പിന്നെ കാണുന്ന കാഴ്ചകൾ മാത്രം നോക്കൂ, എത്ര വലിയ പുരോഗതിയിലാണ്. പക്ഷേ നമ്മളുടെ ചിന്ത എവിടെ എത്തി നിൽക്കുന്നത്? മനസാക്ഷിയില്ലാത്തവരായിട്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി പഠിപ്പിച്ച ഒരു 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 തീരാ ദുരന്തത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പിന്നെ സർക്കാർ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അതിന് ജീവിക്കാനുള്ള അവകാശം കൊടുക്കാത്ത ഒരു ഉമ്മത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ മുമ്പ്. ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ, ചിന്തയിൽ നമ്മൾ ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്,
നമ്മുടെയൊക്കെ വീടുകളിൽ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അവർ ഇത്താത്താനെ വരച്ച വരയിൽ നിർത്തും, ഇക്കാക്കാനെ വരച്ച വരയിൽ നിർത്തും. എപ്പോൾ? ഉപ്പയുടെയും ഉമ്മയുടെയും ബലത്തിൽ. ഉപ്പ അങ്ങനെ കയറി വരുമ്പോൾ ഉപ്പയുടെ കൈകളിലുള്ള പൊതി വാങ്ങിയിട്ട് പിന്നെ കൈകാര്യം നടത്തുന്നത് ആരാണ്? 1 വയസ്സുകാരനും 1.5 വയസ്സുകാരനുമാണ്. പിന്നെ അവനാണ് ആ വീട്ടിലെ രാജാവ്. ഞാൻ ഈ കുഞ്ഞു മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇവർക്ക് പിന്നെ ഇനി ആരാണുള്ളത്? അവർക്ക് അമ്മിഞ്ഞ പാല് നൽകാൻ, അല്ലേ? ഒരു അമ്മിഞ്ഞയിലൂടെ പകർന്നു കിട്ടുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ. അപ്പം അത് നിഷേധിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്ത് പുരോഗതിയാണ് നമ്മൾ നേടിയിട്ടുള്ളത്? ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞും പാറമേൽ തല്ലിയെറിഞ്ഞും ഒക്കെ കൊലപ്പെടുത്തുന്ന എത്രയോ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ വഴിയോരങ്ങളിൽ വലിച്ചെറിഞ്ഞ് അങ്ങനെ വധിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന, ജീവൻ ഹനിക്കപ്പെടുന്ന എത്രയോ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ നേരത്തെ അൻസാരി പറഞ്ഞതുപോലെ വഇദൽ മൗഊദതു സുഇലത് എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് എത്രയെത്ര പെൺകുഞ്ഞുങ്ങളാണ് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ജനതയുടെ സ്വഭാവമായിരുന്നു അത്. ഏറ്റവും ദൂഷ്യമായ സ്വഭാവമായിരുന്നത്. പെൺകുഞ്ഞെനിക്ക് വേണ്ട, അതിന് ചിലവ് കൊടുക്കാൻ, അതിൻ്റെ വൈവാഹിക കാര്യങ്ങൾ അതിന് നോക്കുക, അതൊരു പ്രയാസമാണ്. അതുകൊണ്ട് പെൺകുഞ്ഞ് കിട്ടിയാൽ അതിനെ ഉടനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് പെൺകുഞ്ഞ് നിനക്ക് 1 2 3 അത്രയും നല്ല പെൺകുഞ്ഞുങ്ങളെ നിനക്ക് ലഭ്യമായി അതിനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തി നല്ല കരങ്ങളിലേക്ക് എത്തിച്ച് അതിനൊരു ജീവിതം നീ കൊടുത്താൽ, നല്ല ഒരു റാഹത്തോടു കൂടി അതിനെ നീ വളർത്തിയാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലൂടെ ഒരു രക്ഷിതാവിനും മക്കൾ അനുഗ്രഹമാണ് എന്ന ചിന്തയാണ് അവിടെ നൽകാൻ ഇസ്ലാമിന് കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ വാർത്ത കേൾക്കുമ്പോൾ ഞാനൊരു ക്ലാസ്സിന് വേണ്ടി പോയ സമയത്ത്, അതായത് പിന്നെ അവിടുത്തെ ഒരു മദ്രസയിൽ അധ്യാപകന്, അദ്ദേഹം കുറേ വർഷങ്ങളായി സേവനം ചെയ്ത് ശാരീരികമായ അവശതയിൽ പെട്ട് അദ്ദേഹം പിന്നെ വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് ഈ മക്കളുടെ ചിരിയും കളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ഈ ആയത്ത് ഓതിയിട്ട്, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഒരു സ്വീകാര്യത എന്താണെന്നറിയില്ല, അദ്ദേഹം ആ കുട്ടികൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്ത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരികയാണ്. അദ്ദേഹം പറയണം അവിടുത്തെ കൂടിയ രക്ഷിതാക്കളോട്, ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന കുറേ കുഞ്ഞുങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മുടെ പ്രവാചകൻ്റെ കാരുണ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണം. അതായത് ഈ ജാഹിലിയ കാലഘട്ടത്തിൽ പിന്നെ കുട്ടി പറന്നു വീണു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അപമാനഭാരത്താൽ തല താണു പോകുന്ന ഒരു സമൂഹം. അപ്പം എന്നിട്ട് അദ്ദേഹം പറയണത്, ഒരാൾക്കൊരു പെൺകുഞ്ഞു ഉണ്ടായി, പക്ഷെ ആ പെൺകുഞ്ഞിനെ കൊല്ലാൻ തോന്നുന്നില്ല, നല്ല ഓമനത്വത്തിലുള്ള ഒരു പെൺകുഞ്ഞ്. അങ്ങനെ ഇദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴോ അദ്ദേഹത്തിന് ഈ കുട്ടിയെ കൊന്നേ മതിയാവും. പക്ഷേ ഈ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ കളി ചിരി തമാശകൾ കാണുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ കൊല്ലാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം ഈ പിന്നെ സമൂഹത്തിൻ്റെ അപമാനം ആലോചിച്ചിട്ട് അദ്ദേഹം ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കണം. ഭാര്യയോട് ഒരു ദിവസം പറയുന്നു, നന്നായിട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങളൊരു യാത്ര പോവുകയാണ്, നന്നായിട്ട് ഒരുക്കി തരാൻ വേണ്ടി പറയണം. അങ്ങനെ ഈ കുഞ്ഞുമായിട്ട് മരുഭൂമിയിലൂടെ അവർ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഈ ഒരു പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊക്കെ വീട്ടിലുണ്ടാവില്ല, ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് അവർ പിന്നെ വർത്തമാനങ്ങൾ പറഞ്ഞ് അങ്ങനെ ഉപ്പൻ്റെ കൈ തൂക്കി ഇങ്ങനെ പോവാണ്. അങ്ങനെ ദൂരെ ഒരു വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം പിന്നെ ഒരു കുഴിയെടുത്ത്, അദ്ദേഹം മണലിൽ കുഴിയെടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ കുട്ടിയെ അതിലേക്ക് ഇറക്കി നിർത്തുമ്പോഴും ഈ കുട്ടി വിചാരിക്കുന്നില്ല എന്ത് ഉപ്പ എന്നെ കൊല്ലുകയാണെന്നുള്ളത്. കാര്യം പിന്നെ ഇതൊരു കളിയായിട്ടാണ് ആ കുഞ്ഞ് കരുതുന്നത് പോലും. അങ്ങനെ അവസാനം പിന്നെ അധ്യാപകൻ പറഞ്ഞത്, പ്രവാചകനോട് ഇയാൾ കഥ പറയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ അധ്യാപകൻ പറഞ്ഞത്, എന്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇരുന്നിട്ട് ആ കുട്ടിയെ ഞാൻ അവസാനത്തെ പിടി മണ്ണും വാരിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ ആ നിലവിളി ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് തികട്ടി വരുന്നു. പ്രവാചക എന്ന് പറയുന്ന ഒരു വാചകം അദ്ദേഹം വളരെ ഹൃദ്യമായിട്ട്
അദ്ദേഹം അവിടെ അവതരിപ്പിച്ചതാണ് ഈ ഒരു അമ്മത്തൊട്ടിലുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടേക്കാണ് ഈ ലോകം പോകുന്നത്. ശരിക്കും അമ്മത്തൊട്ടിൽ എന്ന ഒരു സംവിധാനം അത് സന്തോഷം പകരുന്നതാണ് എങ്കിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ കുഞ്ഞും ജീവിക്കട്ടെ, ആ കുഞ്ഞിനും ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന ഒരു ആശ്വാസം നമുക്കതിലുണ്ട് എങ്കിലും തെല്ലൊരു വിഷമം അതിലുണ്ട്. കാരണം ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളുമായി ഇടപഴകുമ്പോൾ അവൻ്റെ ഒരു അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു എന്താണ് മാതാവില്ലാതെ പിതാവില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു വിഷമം ഇല്ലാതിരിക്കട്ടെ ആ കുഞ്ഞിന്, എങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആ സന്തോഷത്തിൻ്റെ കൂടെയും നമുക്ക് പങ്കുവെക്കാനുള്ള വിഷമം തന്നെയാണ്. ഇവിടെ നമ്മുടെ സർക്കാരിനോടും ഇവിടുത്തെ നീതി നിർവഹണ സംവിധാനങ്ങളോടും വളരെ താഴ്മയോടുകൂടി നമുക്ക് അപേക്ഷിക്കാനുള്ളത്, അറിയിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ പൊതുസമൂഹത്തിൽ അറിയിക്കപ്പെടുകയും അതിൽ അർഹമായ ശിക്ഷ അവർക്ക് ലഭ്യമാവുകയും ചെയ്യണം എന്നുള്ള ഏറ്റവും കടുത്ത ശിക്ഷാ നടപടികൾ തന്നെ അവർക്കുണ്ടാകണം എന്നുള്ള ഒരു നിയമനിർമ്മാണവുമായി നമ്മുടെ രാജ്യം ആ നിലക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചിന്തയുടെ അവസരത്തിൽ സൂചിപ്പിക്കാൻ. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിരന്തരമായി ലിബറലിസത്തെക്കുറിച്ച് പറയുന്നു, നിരന്തരമായി നിരീശ്വരവാദത്തെക്കുറിച്ച് പറയുന്നു. അപ്പം എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരാണ് ചോദിക്കുന്നവരോട് ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുറേ കുട്ടികൾ ഈ ലോകത്ത് സമ്മാനിക്കപ്പെടും. ആരാണ് തൻ്റെ ഉപ്പ എന്നറിയപ്പെടാത്ത കുറേ ഉമ്മമാർ അല്ല കുറേ കുട്ടികൾ ഈ ദുനിയാവിലുണ്ടാവും. മാത്രമല്ല ഇത് ഉപേക്ഷിക്കപ്പെട്ട ഉമ്മയുടെ മാനസിക സംഘർഷം എത്ര ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു തലമുറയാണ് നമുക്കിടയിൽ ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാവുക എന്നത് ഈ ഒരു ചിന്തയുമായി പങ്കുവെച്ചുകൊണ്ട്